കോൺഗ്രസ് സർക്കാരിന് ഒരു കാലത്തും ഭാരതം മാപ്പ് കൊടുക്കില്ല. അനാവശ്യമായി അടിയന്തരാവസ്ഥ വരെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ജനങ്ങളെ ആവുന്നത്ര ബുദ്ധിമുട്ടിച്ച് ആ സർക്കാർ ചെയ്തു കൂട്ടിയ തോന്നിവാസത്തിന് കണക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നെഹ്റു സ്വന്തം നേട്ടത്തിനായി ഭരണഘടനയെ അക്ഷരാർത്ഥത്തിൽ അട്ടിമറിക്കുക തന്നെയായിരുന്നു. അന്നത്തെ രാഷ്ട്രപതിക്ക് നെഹ്റുവിന്റെ നീക്കങ്ങളെ എതിർക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല പല കാലങ്ങളിലായി ആ കൃത്യം നിർവഹിച്ചു പോന്നുകൊണ്ടേയിരുന്നു. ആദ്യം പാപം ചെയ്തിരുന്നത് നെഹ്റുവായിരുന്നു, പിന്നീട് അത് കണ്ടിന്യൂ ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ്. 1971 ഇന്ദിരാഗാന്ധിയും ആ പാപം ചെയ്യുകയായിരുന്നു. കോടതികളുടെ അധികാരം ഇന്ദിര കവർന്നു. സ്വന്തം കസേര സംരക്ഷിക്കാൻ 60 വർഷത്തിനിടെ 75 തവണയാണ് കോൺഗ്രസ് ഭരണഘടനയെ അട്ടിമറിച്ചിട്ടുണ്ടായിരുന്നത്. ലോക്സഭയിൽ നടന്ന ഭരണഘടന സംബന്ധിച്ച ചർച്ചയിൽ ഗാന്ധി കുടുംബത്തെ കടന്നാക്രമിക്കുക തന്നെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് ഭരണകാലത്ത് ജനാധിപത്യത്തിനേറ്റ കറുത്ത പാടാണ് അടിയന്തരാവസ്ഥ എന്നും ആ പാപത്തിൽ നിന്ന് കോൺഗ്രസിന് ഒരിക്കലും മോചനമില്ല എന്നും മോദി പറയുകയാണ്, വിമർശിക്കുകയാണ്. അടിയന്തരാവസ്ഥയിൽ ആയിരങ്ങൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാധ്യമ സ്വാതന്ത്ര്യം കവർന്നിരുന്നു. അയോഗ്യയാക്കിയ ജഡ്ജിയെ വരെ ഇന്ദിര വെറുതെ വിട്ടിട്ടില്ലായിരുന്നു. അടിയന്തരാവസ്ഥയുടെ ദുരിതം അനുഭവിച്ച പല കക്ഷികളും ഈ സഭയിലുണ്ട് എന്ന് മോദി പറയുകയാണ്. ഷാബാനു കേസിൽ രാജീവ് ഗാന്ധി സുപ്രീം കോടതി വിധി അട്ടിമറിച്ചിരുന്നു. വോട്ട് ബാങ്കിനായി ഷാബാനുവിന് നീതി നിഷേധിച്ചു. വിധ്വംസക ശക്തികളുമായി രാജീവ് ഗാന്ധി ചേരുകയുമായിരുന്നു. ഭരണഘടനയിൽ മേൽ ലോക്സഭയിൽ നടന്ന ചർച്ച അഭിമാനകരം തന്നെയാണ്. ഭാരതീയ സംസ്കാരം ലോകത്തിന് ഇന്ന് മാതൃകയാണ്. ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവാണ്. ഈ 75 വർഷം അസാധാരണമായിരുന്നു. ഭരണഘടനാ ശില്പികളെ സ്മരിച്ച പ്രധാനമന്ത്രി വനിതാ ശാക്തീകരണത്തിന് ഭരണഘടന അടിത്തറയാണെന്നും ഭരണഘടനാ നിർമ്മാണത്തിന് സ്ത്രീകൾ പ്രധാന പങ്കുവഹിച്ചുവെന്നും ഓർമ്മിപ്പിക്കുകയാണ്. പ്രധാനമന്ത്രി പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യൻ ജനാധിപത്യം മറ്റുള്ള രാജ്യങ്ങൾക്ക് മാതൃകയാണ്. 75 വർഷത്തെ യാത്ര ചെറുതല്ല. തുടക്കം മുതൽ വനിതകൾക്ക് വോട്ടവകാശം നൽകിയ രാജ്യമാണ് ഭാരതം. G20 ഉച്ചകോടിയിൽ പോലും വനിതാ ശാക്തീകരണം പ്രധാന ചർച്ചയായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വനിതാ സംവരണ ബിൽ കൊണ്ടുവരാൻ പ്രേരണയായത്. ലോക്സഭയിൽ വനിതാ പ്രാതിനിധ്യം കൂടിയിരിക്കുകയാണ്. നാരി ശക്തിയാണ് ഭരണഘടനയുടെ ശക്തി. ഏകത്വമാണ് ഭരണഘടനയുടെ മുഖമുദ്രയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയാണ്. ഡിജിറ്റൽ വിപ്ലവമാണ് ഇപ്പോൾ ഭാരതത്തിൽ നടന്നത്. ഡിജിറ്റൽ ഇന്ത്യ വിജയത്തിന്റെ കഥയാണ് മാതൃഭാഷ പ്രോത്സാഹിപ്പിക്കാൻ പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത്. മാതൃഭാഷയിൽ പഠിച്ച് ഡോക്ടറും എഞ്ചിനീയറുമാകാം. ക്ലാസിക്കൽ ഭാഷകളെ പ്രോത്സാഹിപ്പിക്കാനും ശ്രദ്ധിക്കുകയാണ്. ഇതിനൊക്കെ ശക്തി തരുന്നത് ഭരണഘടന തന്നെയാണ്. അടിയന്തരാവസ്ഥ പരാമർശിച്ച മോദി ജനാധിപത്യത്തിലെ കറുത്ത അധ്യായമായിരുന്നു അത് എന്നും തുറന്നടിക്കുക തന്നെയായിരുന്നു. കോൺഗ്രസ് ഭരണകാലത്തെ കറുത്ത പാട് തന്നെയാണ് അടിയന്തരാവസ്ഥ. ആ പാപത്തിൽ നിന്ന് കോൺഗ്രസിന് ഒരിക്കലും മോചനമില്ല. ഭരണഘടനയുടെ ശക്തി കൊണ്ടാണ് തനിക്ക് ഗുജറാത്ത് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞതെന്നും മോദി ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഭരണഘടന എന്നാൽ വെറും ഒരു പുസ്തകം മാത്രമാണ് എന്നാണ് രാഹുൽ ഗാന്ധി ചിന്തിച്ചിരിക്കുന്നത്. അതൊക്കെ കാലം തെളിയിക്കുക തന്നെ ചെയ്യും.